ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വിമതരുടെ വ്യാജരേഖയോ മെത്രാന്റെ അറിയിപ്പോ? കൂരിയായെ മരവിപ്പിക്കാൻ വികാരി മെത്രാന് അധികാരമുണ്ടോ? വികാരി മെത്രാൻ പ്രോട്ടസെഞ്ചലസ് അല്ലേ? ഇന്ന് നിങ്ങൾ പലരും കണ്ട ഒരു അറിയിപ്പുണ്ട്. ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിരൂപത വൈദിക സമിതിയുടെ സമ്മേളനം ജൂൺ 5 നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ അതിരൂപതയുടെ ഇടവകളിലും സ്ഥാപനങ്ങളിലും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതിന് ഭരണപരമായ യാതൊരു മാറ്റവും ഈ കാലയളവിൽ വരുത്തുന്നതല്ല. ഇങ്ങനെയാണ് C29 492/25 എന്ന പ്രോട്ടോകോൾ നമ്പറിൽ 2025 മെയ് 23 ആദ്യം പാമ്പ്ലാനി മെത്രാന്റെ പേരിൽ ഒപ്പും സീലൊക്കെ ഇട്ടിട്ട് അറിയിപ്പ് വന്നത്. എന്നാൽ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതേ നമ്പറിൽ, ഇതേ തീയതിയിൽ, ഇതേ പ്രോട്ടോകോൾ നമ്പറിൽ, ഇതേ തീയതിയിൽ പാമ്പ്ലാനി പിതാവിന്റെ ഒപ്പോടുകൂടി പ്രസിദ്ധപ്പെടുത്തിയ അറിയിപ്പിൽ ഒരു വരി കൂടി ചേർക്കപ്പെട്ടിരിക്കുന്നു. ആ ചേർക്കപ്പെടുന്ന വരി ഇങ്ങനെയാണ്: ഈ സാഹചര്യത്തിൽ അതിരൂപതയുടെ ഇടവകളിലും സ്ഥാപനങ്ങളും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതിന് ഭരണപരമായ മാറ്റങ്ങൾ വരുത്തുന്നതിനോ അതിരൂപത കച്ചേരിയുടെയോ മറ്റാരുടെയെങ്കിലും ഭാഗത്തു നിന്നോ നടപടികൾ ഉണ്ടാകുന്നതല്ല. ഈ ആദ്യത്തെ കത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ കാലയളവിൽ ഭരണപരമായി യാതൊരു മാറ്റവും വരുത്തുന്നതല്ലെന്നാണ്. അതിന് പകരം ഭരണപരമായ മാറ്റങ്ങൾ വരുത്തുന്നതിനോ അതിരൂപത കച്ചേരിയുടെയോ മറ്റാരുടെയെങ്കിലും ഭാഗത്തു നിന്നോ നടപടികൾ ഉണ്ടാകില്ല. വ്യാകരണപരമായിട്ടൊന്നും ക്ലിയർ ആയിട്ടുമില്ല, അതൊരു വ്യക്തതയില്ല. അപ്പോൾ ഒരു ചില ചോദ്യങ്ങൾ ഒരേ നമ്പറിൽ, ഒരേ പ്രോട്ടോകോൾ നമ്പറിൽ, ഒരേ തീയതിയിൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ലെറ്റർ ഹെഡിൽ 2 തരത്തിലുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള സംഗതികൾ വന്നിരിക്കുന്നു. തത്വത്തിൽ രണ്ടാമത്തെ ലെറ്റർ ചെയ്തിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂരിയായെ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നു എന്നാണ് തോന്നുക, ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും. അപ്പൊ ചില ചോദ്യങ്ങൾ, സംശയങ്ങൾ ഉന്നയിക്കട്ടെ. ഒന്ന്, ഇത് വികാരി മെത്രാൻ അറിഞ്ഞിട്ട് തന്നെയാണോ, അതോ വ്യാജരേഖ ചമയ്ക്കാൻ കുപ്രസിദ്ധി ആർജിച്ച വിമത വൈദികരുടെ വ്യാജരേഖ പണിയാണോ? വ്യാജരേഖയാണെങ്കിൽ അത് ചെയ്തവർക്കെതിരെ പോലീസിൽ പരാതിപ്പെടുമല്ലോ. ഇത് വികാരി മെത്രാൻ അറിഞ്ഞിട്ട് തന്നെയാണോ അതോ വ്യാജരേഖയാണോ? വ്യാജരേഖയാണെങ്കിൽ അവർക്കെതിരെ പോലീസിൽ ക്രിമിനൽ കുറ്റമാണ്, അത് പോലീസിൽ പരാതിപ്പെടുമല്ലോ. 2, ഒരേ തീയതിയിലും ഒരേ റഫറൻസ് നമ്പറിലും വ്യത്യസ്തവും പരസ്പര വിരുദ്ധവുമായി ഉള്ളടക്കത്തോടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ സഭാപരമായ കത്തുകൾ പുറപ്പെടുവിക്കുന്നത് കാനൺ നിയമം അനുസരിച്ച് നിലനിൽക്കുന്നതാണോ? ഒരേ തീയതിയിലും ഒരേ റഫറൻസ് നമ്പറിലും വ്യത്യസ്തവും പരസ്പര വിരുദ്ധവുമായിട്ട്. 3, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിയമപരമായ വൈദിക സമിതി നിലനിൽക്കുന്നില്ലെന്നാണ് നിയമപണ്ഡിതരെല്ലാം ചൂണ്ടിക്കാട്ടുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഈ ഒരു വൈദിക സമിതി നിലവിൽ വരാനുള്ള അതിന്റെ ചില നടപടിക്രമങ്ങളുണ്ട്. പിന്നെ കാനൂനിക നടപടികൾക്ക് വിധേയരായവർ പറ്റില്ല, കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് പറ്റില്ല, അങ്ങനെ ഒരുപാട് വ്യവസ്ഥകളുണ്ട്. ഈ വ്യവസ്ഥകളെല്ലാം ലംഘിച്ചിട്ടാണ് ഈ വൈദിക സമിതി രൂപം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നിയമപരമായി നിലനിൽക്കാത്ത ഒരു വൈദിക സമിതി വിളിച്ചു കൂട്ടുന്നത് നിലനിൽക്കുമോ? ഇല്ലാത്തൊരു വൈദിക സമിതി വിളിച്ചു കൂട്ടുന്നത് തുല്യമാകില്ലേ അത്? ഇനി 4, എന്താണ് ഈ വൈദിക സമിതി? വെറും ഒരു ആലോചനാ സമിതി, സഭയുടെ ലിറ്റർജി തീരുമാനിക്കാൻ അധികാരമില്ലാത്ത ഒരു സമിതി. അത് വിളിച്ചു കൂട്ടുന്നത് എന്തിനാണ്? ലിറ്റർജിയുടെ കാര്യം തീരുമാനിക്കാൻ. ലിറ്റർജിയുടെ കാര്യം തീരുമാനിക്കാൻ അധികാരമില്ലാത്ത ഒരു വൈദിക സമിതി, അത് നിയമപരമായി നിലനിൽക്കാത്ത ഒരു വൈദിക സമിതി, അത് വിളിച്ചു കൂട്ടുന്നത് എന്തിനാണ്? 5, മെത്രാൻ സിനഡിന് അനുസരിക്കുകയില്ല, മാർപ്പാപ്പയെ അനുസരിക്കുകയില്ല എന്ന് പല പ്രാവശ്യം പരസ്യമായി പ്രഖ്യാപിച്ച വൈദിക സമിതി വിളിച്ചു കൂട്ടുന്നത് മാർപ്പാപ്പയ്ക്കെതിരായ തെറ്റല്ലേ? മെത്രാൻ സിനഡിനെതിരായ തെറ്റല്ലേ? സഭയുടെ ഐക്യതയ്ക്കെതിരെയുള്ള തെറ്റ്, അതിനാണ് ശേഷിമാന്ന് പറയുക, ആ തെറ്റല്ലേ? ഇക്കാര്യം മെത്രാന്മാര് വത്തിക്കാൻ അറിയിക്കേണ്ടതില്ലേ?
അത് വിളിച്ചു ചേർക്കുന്ന ആളെ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കാൻ മാർപ്പാപ്പയോട് ആവശ്യപ്പെടേണ്ടതില്ലേ? മാർപ്പാപ്പയെ അനുസരിക്കില്ല എന്ന് പറഞ്ഞ വൈദികരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുക, മെത്രാൻ സെനറ്റിന് അനുസരിക്കുകയില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചവരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുക. അവരനുസരിച്ചതിന് ശേഷമല്ലേ വിളിച്ചു കൂട്ടാൻ പാടുള്ളൂ. അതിനു മുമ്പ് വിളിച്ചു കൂട്ടിയാൽ ആ വിളിച്ചു കൂട്ടുന്ന ആളും ആ മാർപ്പാപ്പയ്ക്കെതിരെ മെത്രാൻ സെനറ്റിനെതിരെ പാപം ചെയ്യുകയല്ലേ? 6. വികാരി മെത്രാൻ അറിഞ്ഞിട്ടാണ് ഈ കത്ത് പ്രസിദ്ധം ചെയ്തതെങ്കിൽ അതിരൂപത കച്ചേരിയുടെയോ മറ്റാരുടെയെങ്കിലും ഭാഗത്ത് നിന്നോ നടപടികൾ ഉണ്ടാകില്ലെന്ന് പറയാൻ അദ്ദേഹത്തിന് അധികാരമുണ്ടോ? മേജർ ആർച്ച് ബിഷപ്പിനോ അതിന് മുകളിലുള്ളവർക്കോ ഇടപെടാൻ പറ്റില്ലെന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയുമോ? മാത്രമല്ല, കൂരിയായി മരവിപ്പിക്കാൻ അദ്ദേഹത്തിന് അധികാരമുണ്ടോ? കൂരി അറിയാതെ അദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്യാൻ അധികാരമുണ്ടോ? പെർമനന്റ് സിനഡിനെ നോക്കുകുത്തിയാക്കുന്നത് മറ്റു മെത്രമാർ അറിയുന്നുണ്ടോ? അതോ എല്ലാവർക്കും മുകളിലാണോ, മാർപ്പാപ്പയ്ക്ക് മുകളിലാണോ ഈ വികാരി മെത്രാൻ? 7. എന്താണ് കൂരിയ ചെയ്ത തെറ്റ്? ഞാൻ ആവർത്തിക്കുക, എന്താണ് കൂരിയ ചെയ്ത തെറ്റ്? കത്തോലിക്ക സഭയുടെ മെത്രാൻ സിനഡും മാർപ്പാപ്പയും അംഗീകരിച്ച ഏകീകൃത കുർബാന അവർ നടപ്പാക്കാൻ നിലകൊള്ളുന്നു. മെത്രാൻ സിനഡും മാർപ്പാപ്പയും കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ മാർപ്പാപ്പയും പറഞ്ഞ കാര്യം നടപ്പിലാക്കാൻ അവർ നിലകൊള്ളുന്നു. അവരല്ലേ ശരിപക്ഷത്ത്? അതല്ല അവരുടെ ചുമതല, അതിനല്ല അവരെ നിയമിച്ചിരിക്കുന്നത്. അത് അട്ടിമറിച്ച് പാപ്പാ വിരുദ്ധർക്ക് അനുകൂലമായ നിലപാട് വികാരി മെത്രാൻ എടുക്കുന്നെങ്കിൽ അദ്ദേഹവും മാർപ്പാപ്പയ്ക്ക് എതിരല്ലേ? അദ്ദേഹം ശീഷ്മയിലല്ലേ? ശീഷ്മയിലുള്ള ഒരു മെത്രാനെയോ അധികാരിയെയോ കത്തോലിക്കർ അനുസരിക്കേണ്ടതുണ്ടോ? അതിനാൽ ഈ വൈദിക സമിതി വിളിച്ചു കൂട്ടാൻ അദ്ദേഹത്തിന് അധികാരമുണ്ടോ? അത് നടത്താൻ അനുവദിക്കാമോ? നമ്മൾ ആ സമ്മേളനം നടക്കാൻ അനുവദിക്കാമോ? 8. വികാരി മെത്രാൻ എറണാകുളം അങ്കമാലി അതിരൂപത പ്രോട്ടോസെഞ്ചുലസ് അല്ലേ? പ്രോട്ടോസെഞ്ചുലസ് അല്ലേ? വികാരി ജനറൽമാരിൽ ആദ്യത്തെ ആള്. അപ്പൊ കൂരിയായ്മ ആലോചിച്ചല്ലേ അദ്ദേഹം തീരുമാനം എടുക്കേണ്ടത്? അതല്ലേ കൊളേജിയാലിറ്റി? അതല്ലേ സിനോഡാലിറ്റി? ഈ കൂട്ടായ്മയ്ക്കെതിരെയല്ലേ അദ്ദേഹം പാപം ചെയ്തിരിക്കുന്നത്? എ സിൻ അഗെയിൻസ്റ്റ് ദ കൊളേജിയാലിറ്റി. എ സിൻ അഗെയിൻസ്റ്റ് ദ കൊളേജിയാലിറ്റി. കൊളേജിയാലിറ്റിക്കെതിരെയുള്ള പാപം. 9. എന്തിനാണ് വികാരി മെത്രാനായി അദ്ദേഹത്തെ നിയമിച്ചത്? ഏകീകൃത കുർബാന നടപ്പാക്കാൻ. അതുതന്നെയാണ് കൂരിയ ചെയ്യുന്നത്. ഏകീകൃത കുർബാന നടപ്പാക്കുകയാണ് കൂരിയ ചെയ്യുന്നത്. അങ്ങനെയുള്ള കൂരിയായെ അകാരണമായി മരവിപ്പിക്കുന്നതിലൂടെ തന്റെ കടമകൾക്കെതിരെ അദ്ദേഹം തെറ്റ് ചെയ്യല്ലേ? എ സിൻ അഗെയിൻസ്റ്റ് ഹിസ് ഡ്യൂട്ടി. തന്റെ ഉദ്യോഗത്തിൽ അദ്ദേഹം തെറ്റ് ചെയ്യാണ്. അദ്ദേഹത്തിന്റെ ഉദ്യോഗത്തിനെതിരെയാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. സഭ തീരുമാനിച്ച കുർബാനയർപ്പണ രീതി നടപ്പിലാക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആള് തന്നെ അത് നടപ്പാക്കാൻ പ്രതിബദ്ധതയുള്ള കൂരിയായിട്ട് ചിറകരിയുന്നു. അത് ശരിയായ നടപടിയാണോ? 10. ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഞങ്ങൾ മണക്കുന്നു. അൽമായ മുന്നേറ്റ ഗുണ്ടാ നേതാവ് പറഞ്ഞു, കൂരിയായി മാറ്റില്ലെങ്കിലും കുഴപ്പമില്ല, മരവിപ്പിച്ച് നിർത്തിയാൽ മതി. അൽമായ മുന്നേറ്റ ഗുണ്ടാ നേതാവ് പറഞ്ഞതാണ്. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതാ അത് വികാരി മെത്രാന്റെ അറിയിപ്പിൽ വന്നിരിക്കുന്നു. കൂരിയായി മരവിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വികാരി മെത്രാന്റെ മാർപ്പാപ്പ ഈ ഷൈജു പാപ്പാനാണോ? ഇതറിയാൻ എല്ലാ കത്തോലിക്കർക്കും അവകാശമുണ്ട്. ഷൈജു പാപ്പൻ പറയാ, ഉടനെ അത് പേപ്പറിൽ എഴുതി കൊടുക്കുക. അപ്പൊ ഈ ഷൈജു പാപ്പാനാണോ വികാരി മെത്രാന്റെ മാർപ്പാപ്പ? ഇത് അറിയാൻ എല്ലാ കത്തോലിക്കർക്കും അവകാശമുണ്ട്, സുറിയാനി ക്രൈസ്തവർക്ക് മാത്രമല്ല. അവസാനമായിട്ട് പാപ്പാവിരുദ്ധരുമായി പരസ്യമായി കൂട്ടുകെട്ടുണ്ടാക്കി പച്ചയ്ക്ക് മെത്രാൻ സിനഡിന്റെ തീരുമാനം കാറ്റിൽ പറത്തുന്ന ഇങ്ങനെ ഒരു എറണാകുളം അധികാരിയെ എന്ത് ചെയ്യണമെന്ന് മെത്രാന്മാര് വളരെ ഗൗരവത്തോടെ ആലോചിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ 100,000 വഴികൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഭീരുക്കളാകാതെ ഭയരഹിതരായി നടപടികളിലേക്ക് കടക്കാൻ നിങ്ങൾ ചങ്കുറപ്പ് കാണിക്കുക. ഒരല്പമെങ്കിലും സ്നേഹം നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവജനത്തോടുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.